ഇന്നലത്തെ ക്ലാസ്സിലൊരു സംഭവം പറയാം. അപ്പം ഒരു വീട്ടിൽ 2 കുട്ടികൾ, മൂത്ത ആൾ ഇളയാൾ. അപ്പോൾ ഇളയ ആൾ എൻ്റെ ക്ലാസ്സിലാണ്, മൂത്ത ആൾ സാറിൻ്റെ ക്ലാസ്സിലാണ്. അപ്പം സാറ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയി. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഇളയ ആളാണ്. അവനാണെങ്കിൽ ഭയങ്കര മടിയനാണ്. പഠിക്കുമെങ്കിലും അവൻ ഈ എഴുതുന്നതൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തും എഴുതാതിരിക്കാൻ. ഒന്നിൽ എനിക്ക് ശരിക്കും പനിയുണ്ട് ടീച്ചറെ, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും വയറുവേദന എടുത്തിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും തലവേദനയാണ്, ഇത് ഇവിടെ പൊട്ടി ടീച്ചറെ, ഇവിടെ വേദന എടുക്കുന്നു, കൈയുടെ തുമ്പ് വേദന എടുക്കുന്നു, പല്ല് വേദന എടുക്കുന്നു. ഇങ്ങനെ അവന് പറയാവുന്ന അത്രയും കാരണങ്ങൾ അവൻ പറയുന്ന കുട്ടിയാണ്. അപ്പോൾ ഇന്നലെ എഴുതാൻ കൊടുത്തു, ഒരു ട്രിപ്പ് എഴുതി കളിയാം. പിന്നെ എഴുതി പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ടീച്ചറെ എനിക്ക് മൂക്ക് വേദന എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ മൂക്ക് വേദനയെ എന്താണ് നിനക്ക് മൂക്ക് വേദന എടുക്കാൻ കാര്യം? അപ്പം ഈ കുട്ടികളോട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അവരിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും, കള്ളത്തിൻ്റെ മുകളിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ചേട്ടനപ്പുറത്തുള്ളതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും അവനെ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ തൻ്റെ അനിയന് മൂക്ക് വേദനയാണെന്ന് പറയുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ ചോദിക്കുന്നവർ. അപ്പം പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു തൻ്റെ അനിയനല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞു. ടീച്ചർ ഞാനിവിടെ വരുന്നത് പഠിക്കാൻ, ഞാൻ പഠിക്കാൻ ഞാനിവിടെ വന്ന് പഠിക്കാൻ. അപ്പം ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതെന്ത് തന്നോടല്ല തൻ്റെ അനിയൻ്റെ കാര്യം ഞാൻ പിന്നെ ആരോട് പറയണം എന്ന് പറഞ്ഞു. താൻ എന്ത് വർത്താനം ഇപ്പം എന്നോട് പറഞ്ഞത്? താൻ പഠിക്കാൻ വരുന്നെങ്കിൽ താനാണോ ഇവനെ കൊണ്ടുവന്നതും ഈ ക്ലാസ്സിലോട്ടാക്കിയതും താനാണ്, തൻ്റെ സ്വന്തം അനിയനാണ്. അപ്പം ഇവൻ എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അത് മൂക്കെന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമാണ്. അപ്പം മൂക്കിനെ മൂക്ക് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തെങ്കിലും കാരണമുണ്ടോ ഇല്ലയോ എന്ന് അറിയാവുന്നത് തനിക്കല്ലേ. അപ്പം തന്നോടല്ലാതെ ഞാൻ പിന്നെ ആരോടാ പറയണ്ടേ? അവന് 6-ലോ 7-ലോ മറ്റോ ആണ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എടോ ഇവൻ ഈ മൂക്ക് വേദനയെന്ന് പറയാനുള്ള കാരണം അവൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും മൂക്കിന് പറ്റിയതാണ്, അത് മൂക്കിൻ്റെ കൂടെ പൊട്ടിയിട്ട് ചോര വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടാണോ താൻ ഇത്ര നിസ്സാരമായിട്ട് സംസാരിച്ചത്? തൻ്റെ അനിയൻ്റെ കാര്യത്തിൽ തനിക്കപ്പോൾ ഉത്തരവാദിത്വമൊന്നും ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവനെന്തോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതെന്താണ് പറയുന്നതെന്ന് കേൾക്കാതെ പോലും മറുപടി പറയാം. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർ ടീച്ചറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനങ്ങ് ചെറുതായി പറയും. ടീച്ചർ അല്ലെങ്കിൽ സാറ് പറഞ്ഞത് കേട്ടാൽ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോകും. അവരെ എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാലാണ് ഞാൻ വലിയ ആളാകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ രീതി പോകുന്നത്. അല്ലേ? ഇതുപോലെ ഓരോ കാര്യത്തിനും കുട്ടികളുടെ ഭാഗത്തുനിന്ന് മറുപടി വരുന്നത് വളരെ മോശം. അതെല്ലാവരുടെയും ഇല്ല കേട്ടോ. വളരെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ഒരുപാട് കുട്ടികൾ, അത് നമുക്ക് കാണുമ്പോഴേ ആ വീട്ടിൽ അവരുടെ ആ വളരുന്ന ചുറ്റുപാടിലും കാര്യം കൊണ്ടാണ്. ഞാനിങ്ങനെ ചിന്തിക്കുക, അവരെന്നോട് ഞാനിവിടെ പഠിക്കാൻ വരുന്ന ടീച്ചർ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പം ഞാൻ എങ്കിലും ചിന്തിച്ചില്ലേ, എൻ്റെ അനിയന് മൂക്കിന് വേദനയുണ്ട്, അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതല്ലേ ടീച്ചർ, അതൊന്നുമല്ല, ഞാനിവിടെ പഠിക്കാൻ എനിക്കൊന്നും അറിയണ്ട എന്ന രീതി. അപ്പം ഈ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്നുള്ള ആ ഒരു ബന്ധം, വേറെ 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. ഇവർ ഭയങ്കര വഴക്കാണ്. അവർക്ക് ചേച്ചി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അനിയത്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് പറയും. അനിയത്തി എന്താ ചേച്ചിയോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എനിക്കവിടെ കാര്യമൊന്നും അറിയത്തില്ല, എനിക്ക് ഇവളുടെ കാര്യമൊന്നും അറിയത്തില്ല. ഈ ഒരു രീതിയിലാണ് മൊത്തം. ഈ കുട്ടികളൊക്കെ ഈ സ്നേഹം എവിടേക്ക് കളഞ്ഞു എന്നുള്ളതാണ്. ശരിയാണ്, എന്താണ് വീട്ടിലും ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ പെങ്ങന്മാർ അങ്ങനെയൊക്കെയുള്ള വഴക്കും ബഹളവും തല്ലുമൊക്കെ ഒരുപാടുണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പരിചയമില്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ടീച്ചറിനോട് വരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയിൽ. പുറത്തെങ്ങനെയായാലും മറ്റൊരാൾ ചോദിക്കുമ്പം അത് തിരക്കാൻ ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പം ഈ കുട്ടി എടുത്തില്ല. അപ്പോൾ അതിൻ്റെ അനിയത്തി എന്നാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ സ്നേഹം കണ്ടോ, കൊണ്ട് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഈ കൊണ്ടുവന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, താനെന്തോന്ന് പറഞ്ഞാലും തനിക്ക് തൻ്റെ ചേച്ചിയോട് സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ പുസ്തകം കൊണ്ട് കൊടുത്തു.
ആര് പറഞ്ഞു എനിക്ക് സ്നേഹമുണ്ടെന്ന്? അത് അമ്മ പറഞ്ഞു ഈ പുസ്തകം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് കൊണ്ട് തന്നു. അല്ലാതെ എനിക്കെങ്ങും ഒരു സ്നേഹവും ഇല്ല. ഈ രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഞാൻ ചില സമയത്ത് പറയും ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊക്കെ ഞാൻ പറയും. എന്താണല്ലേ കുട്ടികളുടെ ഒരു രീതിയില്ലേ. അത് 9ലും 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. ഇനി എന്തൊക്കെയാവും. പക്ഷെ ഒരു സമയത്തുമ്പോൾ ഈ ഒരു ഇതൊക്കെ മാറിയിട്ട് ഭയങ്കരമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. കാരണം ഇച്ചിരി അകന്നൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്നേഹം എന്താണെന്ന് അറിയാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുമല്ലോ. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനും എൻ്റെ അനിയനുമായിട്ട് ഒരുപാട് വഴക്ക് ഇടിയൊക്കെ വെക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇത്ര ഇതായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കളിയും ബഹളമൊക്കെ ആകുന്നതിൻ്റെ ഇടയ്ക്ക് വാക്ക് തർക്കങ്ങൾ ഇടിയൊക്കെ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഈ ഒരു രീതിയിൽ ഒരു ക്രൂഷ്യലായിട്ട് ഒരു രീതിയിലൊന്നും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. എന്തായാലും ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ മാത്രമാണിപ്പോൾ. ആർക്കും ബന്ധങ്ങളിലൊന്നും വിശ്വാസം പോലും ഇല്ലയെന്ന് തോന്നിപ്പോവും ചില സമയത്തെ രീതികൾ കാണും. എല്ലാവരും മറ്റെന്തോ ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നു, മറ്റെന്തോ ഒരു ലോകത്ത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് നമ്മളിങ്ങനെ കുറേ ജീവികൾ ഇങ്ങനെ നോക്കിയിരിക്കും. ശരിയല്ലേ?